أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. هذا زمان كثرت فيه البدع واضطربت عليه أمواج الخدع لم يبق من دين الهدى إلا اسمه ولا من القرآن إلا رسمه. هيهات قد غاضت ينابيع الهدى وفاض بحر الجهل والزيغ بدا. أين دعاة الدين أهل العلم قد سالفوا والله قبل اليوم. وهاجت الطائفة الدجاجلا السالكون للطريق الباطلا وكثرت أهل الدعاوى الكاذبا وصارت البدعة فيهم غالبا. സ്നേഹമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ മഹത്തായ വിജ്ഞാന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദൂരെ നിന്നെങ്കിലും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം
ഈ എടപ്പാളിൽ ഒരുക്കിയ ഈ വേദിയിൽ നിങ്ങളുമായി ഇസ്ലാമികമായ ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള സാഹചര്യവും സന്ദർഭവും ഒരുങ്ങിക്കിട്ടിയിരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവിന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മിലെല്ലാവരിലും സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ശാന്തി തേടുന്ന മാനവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എന്ന ഒരു പ്രമേയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുകയും ശാന്തിയുടെ ഭവനമായ സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടി നമ്മുടെ കുടുംബങ്ങളുമൊത്ത് കഴിയുവാൻ അർഹമർ റാഹിമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും ഏതാണ്ട് ഒരേ ഒരു ഉത്തരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമാധാനമില്ലായ്മയും ശാന്തിയില്ലായ്മയുമാണ് ഇന്നിന്റെ പ്രശ്നം. സമാധാനത്തിന്റെയും ശാന്തിയുടെയും തീരങ്ങൾ എവിടെയാണ് എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ലോക ജനത എന്നതാണ് കേൾക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരം. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് തേടുന്നത് ശാന്തിയാണ്, സമാധാനമാണ് എന്നറിയാവുന്ന സകല വിഭാഗം ആളുകളും ഈ ഒരു സാഹചര്യത്തെ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കുകയും അത് നൽകുവാനുള്ള കേന്ദ്രങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. നിങ്ങളുടെ മനസ്സിന്റെ സംഘർഷങ്ങൾക്ക് അയവ് വരാൻ, നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകാൻ ഇതാ ഞങ്ങളുടെ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ കേന്ദ്രത്തെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി, വാക്യങ്ങളുമായി പലരും പല കേന്ദ്രങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ധാരാളമായി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എവിടെ പോയിട്ടാണെങ്കിലും ഒരു സ്വസ്ഥതയും ആശ്വാസവും സമാധാനവും ശാന്തിയും ലഭിക്കുമല്ലോ എന്ന മനസ്സിലെ അടങ്ങാനാവാത്ത ആഗ്രഹത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ആളുകൾ അത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് കേട്ടാൽ മുൻപും പിമ്പും ചിന്തിക്കാതെ കണ്ട് തന്നെ അങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആവേശപൂർവം ജനങ്ങളോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജനങ്ങളെ, ഈ ലോകത്ത് ഒരു സൃഷ്ടിക്കും നിങ്ങൾക്ക് സമാധാനം തരാനാവില്ല. നിങ്ങൾക്ക് ശാന്തി തരാൻ ഈ ലോകത്ത് ഒരു സൃഷ്ടിയെക്കൊണ്ടും സാധ്യമല്ല. ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രം പടച്ച റബ്ബാണ്. മനുഷ്യനെ പടച്ച നാഥനാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഏകനാഥൻ. എല്ലാ ആളുകൾക്കും അവനെയാണ് ആവശ്യം. അവനാണെങ്കിൽ ഒരാളെയും ആവശ്യവുമില്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഓ മനുഷ്യരെ, അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക് ആവശ്യക്കാരാണ്. അല്ലാഹുവാകട്ടെ ഒരാളിലേക്കും ആവശ്യമില്ലാത്ത വിധം അവൻ ധന്യനാണ്, എല്ലാവരുടെയും സ്തുതിക്ക് അർഹനായ മഹാനുമാണ്.
അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന്റെ കേന്ദ്രങ്ങൾ, അവന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ ആ മാനസികമായി ഏത് കേന്ദ്രത്തിലേക്കാണ് അവന്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്, എങ്ങോട്ടാണ് അവൻ തിരിയേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ ലക്ഷ്യബോധം ഖുർആൻ നൽകുകയാണ്. അതേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്. ഹൃദയത്തിലെ കാറ്റും കോളും സംഘർഷങ്ങളും മനസ്സിന്റെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും അടങ്ങണോ ഒതുങ്ങണോ, സമാധാനം വേണോ ശാന്തി വേണോ, അതിനുള്ള മാർഗം ഈ സൃഷ്ടികളുടെ കാൽക്കൽ പോയി വീഴലല്ല. നിന്നെ പടച്ചനാഥനാണ് നിന്റെ വിചാരവികാരങ്ങൾ അറിയുന്നവൻ. അതേ, അവൻ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ പോലും അറിയുന്നവനാണ്. മനുഷ്യ മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വിചാരവികാരങ്ങൾ അറിയുന്നവനാണ്. അതേ, അവനേക്കാൾ അവന്റെ പ്രശ്നങ്ങൾ നന്നായി മനസ്സിലാക്കിയവനാണ്. അവന്റെ മനസ്സിന്റെ എല്ലാം പടച്ച റബ്ബിന്റെ ആ പ്രത്യേകമായ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. എല്ലാം അറിയുന്ന നാഥനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ശരിയായ നിലക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനം ലഭിക്കുവാനുള്ള മാർഗമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അറിയാൻ, അവനെ എങ്ങനെ ഓർക്കണം എന്ന് പഠിപ്പിക്കാൻ, അവനെക്കുറിച്ച് എങ്ങനെയാണ് തന്റെ മനസ്സിൽ ദിക്ർ നിലനിർത്തേണ്ടത് എന്ന് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഉതകുന്ന നിലക്ക് കാലങ്ങളോളമായി റബ്ബുൽ ആലമീൻ ഒരു സംവിധാനം ഏർപ്പെടുത്തി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. അതേ, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഈ ഭൂമുഖത്തേക്ക് അങ്ങ് അയക്കപ്പെടുന്ന സന്ദർഭത്തിൽ, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യ സമുദായത്തിന്റെ നേതാക്കളായ മാനവ സമൂഹത്തിലെ ഉപ്പയും ഉമ്മയുമായ ആ മാതാപിതാക്കളോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നിൽ നിന്നുള്ള മാർഗദർശനം എന്ന് പറയുമ്പോൾ സൃഷ്ടാവായ നാഥനാണ്. സൃഷ്ടികൾക്ക് നിർദ്ദേശം നൽകേണ്ടത് സൃഷ്ടാവാണ്. സൃഷ്ടി യഥാർത്ഥത്തിൽ അനുസരിക്കേണ്ടത്, അതേ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത് തന്റെ നാഥനായ സൃഷ്ടാവിലാണ്. അതുകൊണ്ട് സൃഷ്ടാവ് സൃഷ്ടികളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആര് എന്റെ മാർഗദർശനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അവർക്ക് ശാന്തിയാണ്, അവർക്ക് സമാധാനമാണ്, അവർക്ക് മനസ്സിന് ടെൻഷനുകളില്ല, സംഘർഷങ്ങളില്ല. അതേ അവസരത്തിൽ അതിനോട് ആരെങ്കിലും നിഷേധരൂപം കാണിക്കുന്നുവെങ്കിൽ, അതിനോടാരെങ്കിലും അത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അവർ നരകത്തിന്റെ അവകാശികളാണ്, അവർ അതിൽ നിത്യവാസികളുമായിരിക്കുമെന്ന് അതേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബുൽ ആലമീൻ അവരെ ഈ ഭൂമുഖത്തേക്ക് ഇറക്കിവിട്ട സന്ദർഭത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തി. അതാദിമ മനുഷ്യനായ നമ്മുടെ ഉമ്മയും ഉപ്പയും അത് കേട്ടവരാണ്. അവിടുന്ന് അങ്ങോട്ട് കാലങ്ങളോളമായി റബ്ബുൽ ആലമീൻ ആവശ്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകൾക്ക് നന്നാകാൻ ആവശ്യമായത് എന്തൊക്കെ വേണോ അത് അതാത് കാലഘട്ടങ്ങളിലേക്ക് യോജിക്കുന്ന നിലക്കുള്ള നിയമങ്ങളുമായി, ശരീഅത്തുകളുമായി, തത്വസംഹിതകളുമായി അതേ വളരെ കൃത്യമായി നാഥൻ ഒരു രൂപത്തിലുള്ള മുടക്കും വരുത്താതെ അയച്ചുകൊണ്ടിരുന്നു.
ആ പരമ്പരയുടെ അവസാനത്തെ കണ്ണിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു നബി നമുക്ക് വരാനില്ല. ഇനി ഒരു നബിയായിട്ട് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അത് നിഴൽ നബിയാണ് ഞാനെന്നേതെങ്കിലും ആര് പറഞ്ഞാലും അത് വ്യാജന്മാരുടെ വാദമാണ്, അത് കള്ളവാദമാണ്. അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി അതേ സത്യത്തിന്റെ സന്ദേശം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുന്ന സംവിധാനം അല്ലാഹു റബ്ബുൽ ആലമീൻ നിർത്തിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ ലോകം അത് വളരെ കൃത്യമായി തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇനി ഖിയാമത്ത് നാൾ വരെ അത് ജനങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ മുസ്ലിമീങ്ങൾ പരിശ്രമിക്കുന്നു. അത് ഖിയാമത്ത് നാൾ വരേക്കും എത്ര എതിർപ്പുകൾ ലോകത്ത് വന്നാലും എന്തു തന്നെ മാറ്റങ്ങൾ ലോകത്ത് വന്നാലും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. എന്റെ ഉമ്മത്തിൽ എന്ന ഒരു സംഘം ആളുകൾ സന്മാർഗത്തിന്റെ പാതയിലൂടെ ചലിച്ചുകൊണ്ടേയിരിക്കും. സത്യത്തിന്റെ വക്താക്കളായി കൊണ്ടവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതേ, അവരെ ആര് പരിഹസിച്ചോ, അവരെ ആര് കൈവടിഞ്ഞുവോ, അവരുടെ എണ്ണം വളരെ കുറവാണോ, അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. റബ്ബ് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള ഈ സന്മാർഗത്തിന്റെ സന്ദേശങ്ങൾ അതേ അത് കൃത്യമായി ലോകത്ത് നിലനിർത്തുന്ന പ്രചരിപ്പിക്കുന്ന സംഘമുണ്ടാകുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തോട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് വേണ്ടത് ആ ലോകത്തിന് നിലനിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള സന്ദേശം ആരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കലാണ്. എല്ലാവരും പറയുന്നു എല്ലാ മതവിഭാഗങ്ങളും ആയത്തല്ല ഓതുന്നത്. മതത്തിൽ തന്നെയുള്ള പല സംഘടനകളും ആയത്തുകളല്ലേ ഹദീസുകളല്ലേ ഓതുന്നത്. ഞങ്ങൾ ഇതിനിടയിൽ അതാ കൺഫ്യൂഷനിലാവുകയാണ്, സംശയത്തിൽപ്പെടുകയാണ്. വേണ്ട, സംശയത്തിൽപ്പെടേണ്ടതില്ല. അങ്ങനെ സംശയിക്കാൻ മാത്രം ഇവിടെ വലിയ പ്രശ്നങ്ങളുമില്ല. നേർക്ക് നേരെ ചിന്തിക്കാൻ തയ്യാറാണോ മുസ്ലിമേ? നേർക്ക് നേരെ പ്രമാണങ്ങളെ സമീപിക്കാൻ തയ്യാറാണോ മുസ്ലിമേ? പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിലുണ്ട്, പ്രശ്നങ്ങൾക്ക് പ്രതിവിധികൾ അതിലുണ്ട്. ആ മാർഗസരണിയോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ആരുടെയെങ്കിലും കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളിലാണ് എനിക്ക് സമാധാനമുള്ളത് ശാന്തിയുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതേ റബ്ബ് നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള സമാധാനത്തിന്റെ മാർഗം നീ കൈവടിഞ്ഞു. സൃഷ്ടികൾ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗങ്ങളുടെ പിറകെ പോകുമ്പോൾ സൃഷ്ടിയാണ് നിന്നോട് പലതും പറയുന്നതെന്ന നിലക്കതിൽ അപാകതകളുണ്ട്, ന്യൂനതകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. പടച്ച റബ്ബ് പറയുന്നതിൽ ഇവയൊന്നുമില്ല. അള്ള പഠിപ്പിക്കുന്നതിൽ വൈരുദ്ധ്യങ്ങളില്ല. കാരണം ത്രികാലജ്ഞാനിയാണ് റബ്ബ്. കഴിഞ്ഞതും വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ വിവരങ്ങളുമുള്ള നാഥൻ അറിയിക്കുന്ന നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത നിയമം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ജനത്തിന് പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്ത തത്വങ്ങൾ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ജനത്തിന് ഇത് ബുദ്ധിക്ക് കൊള്ളുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ അതേ കേവലം പദക്കസർത്തുകൾ നടത്തുകയല്ലാതെ സത്യാസത്യ വിവേചനത്തിനുതകുന്ന നിലക്ക് വ്യക്തമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഇന്ന നിയമം ഇക്കാലഘട്ടത്തിന് യോജിച്ചതല്ല, ഇസ്ലാമിന്റെ ഇന്ന നിയമം ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പദക്കസർത്ത് പറയാനല്ലാതെ പ്രമാണങ്ങളെ സമീപിച്ചുകൊണ്ട് ബുദ്ധിപരമായി കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. കാരണം ഇത് പടച്ച റബ്ബ് തയ്യാറാക്കിയ ദീനാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതേ, ഇതല്ലാത്ത ഒരു മാർഗം സമാധാനത്തിന് തേടിപ്പോകണ്ട, ഇതല്ലാത്ത ഒരു വഴിയെക്കുറിച്ച് അന്വേഷിക്കണ്ട. കാരണം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത ഒരു മാർഗത്തെ ആരെങ്കിലും തേടിപ്പോയാൽ അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. ആഖിറത്തിൽ അവൻ പരാജിതരുടെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമാണ് ആമുഖമായി പറയാനുള്ളത്. ഇസ്ലാമാണ് ശാന്തിയുടെ സമാധാനത്തിന്റെ ഏക മാർഗം,
ഇതെല്ലാ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ എന്താണ് ഇസ്ലാം സമാധാനത്തിന്റെ പാതയായി നിശ്ചയിച്ചു വന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം? സർവ സൃഷ്ടികളോടും അല്ലാഹു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. സൃഷ്ടികളെ, അത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെല്ലാം അല്ലാഹുവിങ്കലേക്ക് ആവശ്യക്കാരാണ്. എല്ലാവർക്കും അല്ലാഹനെ വേണം. അല്ലാഹ്ക്കൊരാളുടെയും സഹായം വേണ്ട. അപ്പൊ സ്വയം പര്യാപ്തനായ, ധന്യനായ, എല്ലാ നിലക്കും എല്ലാ മഹത്വങ്ങളുടെയും ഉടമയായ സർവശക്തനായ റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനിലേക്ക് തന്റെ മനസ്സിനെ തിരിക്കലാണ്. അവനിലേക്ക് മനസ്സിനെ അങ്ങോട്ട് തിരിച്ചു വെക്കലാണ് സമാധാനത്തിനുള്ള മാർഗമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അവൻ മാത്രം എല്ലാം തികഞ്ഞവനെന്ന് എന്താ പറയാൻ കാരണം? വേറെ ആർക്കെങ്കിലും നമുക്ക് പ്രാർത്ഥന കൊടുത്തുകൂടെ? മറ്റാരെയെങ്കിലും ആരാധിച്ചുകൂടെ? മറ്റുള്ളവരോടും നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ കാൽക്കൽ നമുക്ക് രക്ഷയും അഭയവും തേടിക്കൂടെ? ഇല്ല. എന്താണ് റബ്ബുൽ ആലമീൻ അതിന്റെ കാരണം പറയുന്നത്? അല്ലാഹു പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവൻ മാത്രമാണ് ആരാധ്യൻ. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. എന്തുകൊണ്ട്? മറ്റുള്ളവർ അല്ല. അവന് മാത്രമുള്ള ഗുണവിശേഷണങ്ങൾ കേട്ടോളൂ. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു അസ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം. അതേ എന്റെ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്താണ് നിങ്ങൾ ഈ കേട്ടത്. ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന ഈ ആയത്ത് ഏത് മുസ്ലിമിനാണ് മനഃപ്പാടമില്ലാതിരിക്കുക? കാരണം ദിവസേന 5 നേരത്തെ നമസ്കാരത്തിന്റെ ശേഷം ഇത് ചൊല്ലൽ നമുക്ക് സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ആ സന്ദർഭത്തിൽ ഉറങ്ങുന്നതിന്റെ മുമ്പേ നാം ഓതേണ്ടുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നേടത്ത് അതേ സർവരൂപത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി എല്ലാ രാത്രികളിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് പതിവായി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് കൂടിയാണല്ലോ ഇത്. എന്താണിതിന് ഇത്രമാത്രം മഹത്വമുള്ളത് മുസ്ലിമേ? റബ്ബദാ അവന്റെ കൃത്യമായ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പകർന്നു തരുന്നു. അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരായി ലോകത്താരാ ഉള്ളത്? ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും, അവരേതു മതക്കാരാവട്ടെ, ഏത് വിഭാഗക്കാരാവട്ടെ, ഈ പറയുന്ന കാര്യങ്ങൾ അവർ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ, എന്തുകൊണ്ടാണ് സലഫികൾ ഇക്കാര്യത്തിൽ ഇത്ര കണിശമായി കൊണ്ട് ഇക്കാര്യം പറയുന്നത്? അതല്ല, ഈ സലഫികളൊക്കെ പ്രവർത്തിക്കുന്നതിന്റെയും മുമ്പ് നേതാക്കന്മാരായ അമ്പിയാക്കന്മാര് മുഴുവനും, അതേ മഹത്തുക്കളായ സഹാബിമാര് മുഴുവനും ഈ ലോകത്തോട് ഈ പരമാർത്ഥം ഇത്ര വലിയ കണിശതയോടെ പറയാൻ എന്താണ് കാരണം? അതേ റബ്ബുൽ ആലമീൻ അതിന് തെളിവെന്താ പറയുന്നത്? അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ ആടിനെയും മൃഗങ്ങളെയും അതുപോലെ തന്നെ കോഴിയെയും ഒക്കെ ഒഴിഞ്ഞിടാനും അതേ നേർച്ചയാക്കാനും പാടുള്ളൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അവന്റെ രൂപത്തിൽ അവന്റെ പ്രത്യേകമായ ഏതാവശ്യങ്ങൾക്കും സർവശക്തനായ റബ്ബിനോടല്ലാതെ രാപ്പകൽ പറയാൻ, രാപ്പകൽ വ്യത്യാസമില്ലാതെ അത് പറയാവുന്ന ഒരൊറ്റ കേന്ദ്രമേയുള്ളൂ, അത് അല്ലാഹ് മാത്രമാണ്. എന്തുകൊണ്ട്? അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആർക്ക് പറയാൻ സാധിക്കും ലോകത്ത് ഇന്ന വ്യക്തി എന്നെന്നും ഹയാത്തുള്ളവനാണെന്ന്?
മരിക്കാതെ എന്നൊന്നും മരണം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന് വഴങ്ങാത്ത ഇന്ന ശക്തി ഇന്ന വ്യക്തി ലോകത്തുണ്ടെന്ന് പറയാൻ ലോകത്തുള്ള ആർക്കാണ് സാധ്യമാവുക? ആർക്കെങ്കിലും സാധ്യമാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹ് പറയുന്നത്, പ്രശ്നങ്ങളുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് പ്രതിവിധിയല്ലേ ആവശ്യം? മനുഷ്യരെ, നിങ്ങൾ ആവശ്യക്കാരല്ലേ? ആവശ്യക്കാർക്ക് ചെന്നു ചേരാൻ ഒരു ഇടം വേണ്ടേ? അതിനുള്ള ഇടം എന്താണ്? മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നത് കേട്ടോ, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. വതവക്കൽ, നീ ഭരമേൽപ്പിച്ചോ, നീ തവക്കുലാക്കിക്കോ മനുഷ്യ, നിന്റെ കാര്യങ്ങളൊക്കെ നീ സമർപ്പിച്ചോ, ഏൽപ്പിച്ചോ. അതേ, നിനക്ക് നിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാരാണ്? അലൽ ഹയ്യി. ഇതേ ആയത്തുൽ കുർസിയിൽ അള്ളാന്റെ ഒന്നാമത്തെ ഗുണവിശേഷമായി അവൻ പറഞ്ഞ അൽ ഹയ്യിന്റെ മേൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ തവക്കുലാക്കിക്കോ. ഒന്നുകൂടി അല്ലാഹ് വ്യക്തമാക്കുകയാണ്, അല്ലദീ ലാ യമൂത്ത്. അവൻ ഒരിക്കലും മരിക്കുന്നവനല്ല, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ഹയാത്തോടെയുള്ള റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ചോ. അങ്ങനെ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഭരമേൽപ്പിച്ചോളൂ. പക്ഷേ പടച്ച റബ്ബിന്റെ വെല്ലുവിളിയല്ലേ, ലോകത്താരാ മരിക്കാത്തതായി ഉള്ളത്? എല്ലാവരും മരിക്കേണ്ടവരല്ലേ? മലക്കുൽ മൗത്ത് പോലും അവസാനം മരിക്കുമല്ലോ. പടച്ച റബ്ബല്ലാത്തതെല്ലാം മരിക്കുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ കാരണം, അവൻ എന്നെന്നും ഹയാത്തുള്ളവനാണ്. ഹയാത്തുള്ളവനാണെന്ന് പറഞ്ഞതോടെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അല്ലാഹു അതിലൂടെ പഠിപ്പിച്ചു. എന്താ? മരിക്കരുത്, മരിച്ചവരോട് പിന്നെ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് മരിച്ചവരെ കുറിച്ച് പറയുമോ? ഇല്ല. ഇനി അല്ലാഹ് ഉടനെ തന്നെ പറയുന്നു എങ്കിൽ, അതേ, ജീവിച്ചിരിക്കുന്ന ചില ആളുകൾക്കൊക്കെ ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കാൽക്കൽ പോയി വീഴട്ടെ, അവരോട് സങ്കടം പറയട്ടെ, അവർക്ക് ചില പ്രത്യേകമായ കഴിവുകൾ ഉണ്ടെന്നാണോ വാദം? എങ്കിൽ അല്ലാഹ് പറയുന്നു, അവർക്കൊന്നുമില്ലാത്ത മറ്റൊരു പ്രത്യേകത ഇതാ, ഞാൻ മാത്രമാണ് ഇലാഹ്, ലാ ഇലാഹ ഇല്ലാ അന എന്ന് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അതേ അനാഥന് മാത്രമുള്ള മറ്റൊരു വിശേഷണം എന്താണ്? ഒരു ഗുണം എന്താണ്? ലാ തഖുദുഹു സിനത്തും വലാ നൗം. അതിന്റെ ഇടക്കവൻ അൽ ഖയ്യൂം എന്നും പറഞ്ഞു. എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്, എല്ലാത്തിന്റെയും നിയന്താവ് അവനാണ്, എല്ലാത്തിനെയും ഭരിക്കുന്നവൻ അവനാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കണമെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും അവൻ അറിയണ്ടേ? അറിയാത്ത ഒന്നിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാനാണ്? അവനെല്ലാം അറിയും, അവനെല്ലാം മനസ്സിലാക്കിയവനാണ്. മാത്രമല്ല, ഇങ്ങനെയെല്ലാം കൂടി മനസ്സിലാക്കിയിട്ട് അതേ എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങാതിരിക്കാൻ കഴിയുമോ? എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങാതെ വെക്കുമോ? ഇല്ലലാത്ത് അവനെ പിടികൂടുകയില്ല, അവനെ ബാധിക്കുകയില്ല. സിനത്തും വലഹനവും, ഒരു മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയുമില്ല. ചിന്തിക്കട്ടെ, ഇത് കേൾക്കുന്ന മുസ്ലിമും അല്ലാത്തവരും ചിന്തിക്കട്ടെ. ഈ ലോകത്ത് പടച്ച റബ്ബ് പറഞ്ഞ ഈ ഗുണം ആർക്കാ ഉള്ളത്? എന്നെന്നും ഹയാത്തുള്ളവൻ ഒന്ന്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ രണ്ട്. അതേ, ഒരിക്കലും മയക്കം ബാധിക്കാതെ, ക്ഷീണം ബാധിക്കാതെ, തളർച്ച ബാധിക്കാതെ, ഉറക്കം ബാധിക്കാതെ. കാരണം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാഥനൊന്ന് മയങ്ങിപ്പോയാൽ സ്ഥിതി എന്താകും? അവനൊന്നുറങ്ങിപ്പോയാൽ സ്ഥിതി എന്താകും? 162 മനുഷ്യജീവനുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതേ ദുബായിലെ ടെർമിനൽ 2-ൽ നിന്ന് പറന്നുയർന്ന അതേ എക്സ്പ്രസ് വിമാനം മംഗലാപുരത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം അവശേഷിച്ചിരിക്കെ അതിന്റെ കൺട്രോൾ കയ്യിലുള്ള പൈലറ്റൊന്ന് മയങ്ങിപ്പോയി, ഒരൽപ്പനേരത്തേക്കൊന്ന് ശ്രദ്ധ വിട്ട് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങവും മയക്കവും ബാധിച്ചപ്പോൾ അതേ എത്ര ജീവനുകളാണ് ചാരമായി മാറിയത്, എത്ര മനുഷ്യമാണ് അതേ മയ്യത്ത് മുസ്ലിമിന്റെതാണോ അമുസ്ലിമിന്റെതാണോ എന്ന പോലും മനസ്സിലാക്കാനാവാതെ അതേ വിമാനത്താവളത്തിൽ റൺവേയിൽ ലാൻഡ് ചെയ്ത് മൂക്കുകുത്തി കത്തിച്ചാമ്പലായി തകർന്ന് തരിപ്പണമായി. 162ഓളം
ജീവനുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പൈലറ്റ് ഒരൽപ്പം മയങ്ങിപ്പോയപ്പോൾ ഇതാണ് സംഭവിച്ചതെങ്കിൽ ലഹൂ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ കൺട്രോളുള്ള നാഥൻ, ആകാശഭൂമികളിലുള്ള മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഖയ്യൂമായ നാഥൻ അവനൊന്ന് മയങ്ങിപ്പോയാൽ, അവനൊന്ന് ഉറങ്ങിപ്പോയാൽ ലോകത്തിന്റെ സ്ഥിതി എന്താകും? അതുകൊണ്ട് ഏതവസരത്തിൽ സൃഷ്ടികളോടവൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആവശ്യക്കാരാണ്. സൃഷ്ടികൾക്ക് എപ്പോഴാ ആവശ്യം വരിക എന്ന് സൃഷ്ടാവിന്, അതേ സൃഷ്ടി എപ്പോ വിളിച്ചാലും സൃഷ്ടാവ് ഉണർന്നിരിക്കണ്ടേ. സൃഷ്ടി എപ്പോൾ ചോദിക്കുന്നുവോ അത് കേൾക്കാൻ നാഥൻ മയങ്ങാതെ, ശ്രദ്ധയോടെ, ഉറങ്ങാതെ, അതേ വളരെ ജാഗ്രതയിലിരിക്കണ്ടേ. അതേ ആ ഒരു ഗുണം റബ്ബുൽ ആലമീന് മാത്രമേയുള്ളൂ. എല്ലാം അവന്റേതാണ്, എല്ലാവരും അവന്റെ കൺട്രോളിലാണ്. അവനെല്ലാം അറിയാം, അവനറിയാത്തതൊന്നുമില്ല. ആരെക്കുറിച്ചും അവനാരും പരിചയപ്പെടുത്തണ്ട. യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലും പിമ്പിലുമുള്ളത് അഥവാ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം എല്ലാവരെക്കുറിച്ചും അവനറിയില്ലേ? അവന്റെ ഇൽമു പോലെ ഇൽമുള്ളവരാരാ? അവൻ കാണുന്നത് പോലെ കാണുന്നവരാരാ? അവൻ കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരാരാ? അവൻ അറിയുന്നത് പോലെ അറിയുന്നവരാരാ? അവന് കഴിവുള്ളതുപോലെ കഴിവുള്ളവരാരാ ഉള്ളത്? സൃഷ്ടികളെ. അതുകൊണ്ട് സർവ്വ സൃഷ്ടികളോടും പറയുന്നു, സമാധാനം വേണോ, ശാന്തി വേണോ, ആശ്വാസം കിട്ടണോ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, അതേ മയങ്ങാതെ ഉറങ്ങാതെ ഇനി ലോകം മുഴുവൻ കൺട്രോൾ ചെയ്തിട്ട് ഒരു പ്രയാസവും അതിന്റെ പേരിലില്ലാതെ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, അതേ അലിയും അദീമുമായ റബ്ബ് മഹാനാണ്. റബ്ബെന്ന് മുസ്ലിമെ എപ്പോഴും ഓർത്തോളണം. മഹാനാണ് എന്റെ റബ്ബെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രശ്നങ്ങൾ വന്ന മനുഷ്യനോട്, പ്രയാസങ്ങളുള്ള മനുഷ്യനോട്, അതാണാവട്ടെ പെണ്ണാവട്ടെ, നിനക്ക് പ്രശ്നങ്ങൾ നിന്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അതേ പ്രതിസന്ധിയുള്ള നേരത്ത് കൂടുതൽ കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബ് ചൊല്ലിക്കുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ അള്ളാന്റെ മഹത്വങ്ങൾ ഇങ്ങനെ നമ്മെക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു, പറയിപ്പിക്കുന്നു, ചൊല്ലിപ്പിക്കുന്നു. എന്തിനാണിത്? എന്തിനാണിത്? സഹോദരി സഹോദര, നമ്മുടെ ഒന്നും മനസ്സ് ഏത് പ്രതിസന്ധി വന്നാലും അലീമായ, അലിയായ, കരീമായ നാഥനിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ പ്രയാസം വരുന്ന നേരത്തെ ഇടക്കിടക്ക് അത് പറയാൻ, പ്രതിസന്ധി വരുമ്പോ പിന്നെയും പറയാൻ പറയുന്നു, അല്ലാഹ് അല്ലാഹു റബ്ബീ, അല്ലയാണ് എന്റെ റബ്ബ്, അല്ലയാണ് എന്റെ റബ്ബ്, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കൂല, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കൂല. അതേ എന്റെ ഏത് പ്രശ്നങ്ങളും ഞാൻ നിന്നിൽ വരമേൽപ്പിക്കുന്നു. അങ്ങനെ ആ നാഥനിലേക്ക്, എല്ലാം അറിയാവുന്ന നാഥൻ, എല്ലാം കേൾക്കുന്ന അറിയുന്ന കഴിവുള്ള നാഥൻ, അവനിലേക്ക് മനസ്സങ്ങനെ തിരിച്ച് അവനെ മാത്രം ശരിക്കും ഭയപ്പെട്ട് അവനോടുള്ള ഖൗഫ്, അവനോടുള്ള റജാ, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, അഥവാ അള്ളാഹിനെപ്പറ്റി അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവൻ എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന ഖൗഫ്, അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ എനിക്ക് സ്വർഗലോകത്ത് ഇടം നൽകുമെന്ന റജാ, എന്നിൽ വന്ന പാപങ്ങൾ ഞാൻ മനുഷ്യരെന്ന നിലക്ക് അവനോട് സങ്കടം പറഞ്ഞാൽ അവൻ പൊറുക്കാതിരിക്കില്ല എന്ന റജാ, പ്രതീക്ഷ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, മുഅ്മിനിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ സമാധാനത്തിന് പിന്നെ അവൻ വേറെ ഒരിടത്തും നെട്ടോട്ടം ഓടേണ്ടി വരില്ല. ഇങ്ങനെ ആദനെ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ശരിയായ ബോധം നമ്മുടെ ഖൽബിൽ വന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാവില്ല? ഹറാമുകളിലേക്ക് പോകാനാവില്ല. ഹറാമുകളിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗം എന്താ? എന്താണതിനുള്ള വഴി? അള്ളാനെ അറിയാം, പടച്ച റബ്ബിനെ അറിയുക. എന്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനും എപ്പോഴും എന്നെ കാണുന്നവനും എന്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും അറിയുന്നവനും ഏതു സമയത്തും എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട്, എന്നെ നോക്കിക്കൊണ്ട്, എന്നെ കണ്ടുകൊണ്ട്, എന്നെ കേട്ടുകൊണ്ട്
എന്റെ വിചാരവികാരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ ശരിക്കങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ എനിക്കൊരിക്കലും പറയാനാവില്ല എന്ത് ഞാൻ ഒറ്റക്കുള്ളപ്പോഴാണത് ചെയ്തതെന്ന് പറയാനാകുമോ? ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു ولا تحسبن الله يغفل ساعة ولا أن ما يخفى عليك يغيب. വളരെയേറെ ചിന്തിക്കേണ്ടുന്നൊരു പദ്യശകലാണ്. എന്താണ് ഇതിൽ പറയുന്നതെന്നറിയോ? നമ്മളോട് പറയാണ് ആ കവി. എന്താ പറയുന്നത്? നീ എവിടെയെങ്കിലും ഒറ്റക്ക് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, അതേ ഞാനും നിങ്ങളും ചിന്തിക്കാനാ പറയുന്നത്. നാം ഒരടച്ചിട്ട റൂമിലാണ്, അതല്ലെങ്കിൽ ആരാരും കാണാത്തൊരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഫലാ തഖുൽ, മനുഷ്യ നീ പറഞ്ഞു പോകരുത്. എന്ത് പറഞ്ഞു പോകരുത്? ഖലൗതു, ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് പറയരുത്. ഒറ്റക്കിരിക്കുകയാണെങ്കിൽ ഒറ്റക്കാണ് തോന്നരുത്. വലാകിൻ, പക്ഷേ ഖുൽ, നീ പറഞ്ഞോളണം. അലയ്യ റഖീബു, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാഥനുണ്ട്. എന്റെ റബ്ബ് കാണാതെ കേൾക്കാതെ അറിയാതെ എനിക്കൊന്നും പറയാനോ കാണാനോ കേൾക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. അതേ പടച്ച റബ്ബ് പറഞ്ഞില്ലേ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ലാഹ് അശ്രദ്ധനാണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ഒരാളും ചിന്തിക്കേണ്ടതില്ല. അല്ലാഹ് അശ്രദ്ധനല്ല. നാളെ മഹ്ശറിൽ അതാ മനുഷ്യന്മാര് അതേ നരകാഗ്നിയിൽ വെന്തുകൊളയുന്ന നേരത്ത്, അവരുടെ ശരീരഭാഗങ്ങൾ പോലും അവർക്കെതിരെ സാക്ഷി പറയുന്ന സമയത്ത്, കണ്ണ് മനുഷ്യർക്കെതിരെ സാക്ഷി പറയുന്ന നേരത്ത്, കാത് മനുഷ്യർക്കെതിരെ സാക്ഷി പറയുന്ന നേരത്ത്, അതേ മനുഷ്യരെണ്ണതേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ മിനുമിനുപ്പുള്ള തൊലിയും ശരീരവും ഒന്നടങ്കം നമുക്കെതിരെ പടച്ച റമ്പുരാന്റെ കോടതിയിൽ സാക്ഷി പറയുമ്പോൾ അല്ലാഹ് അവിടെ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതേ നിങ്ങൾ വിചാരിച്ചു പോയി ജനങ്ങളെ, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പലതും അല്ലാഹ് അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചുവല്ലേ? ആ വിചാരവും ധാരണയുമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്ന് പടച്ച റബ്ബ് അവരോട് പറയും, നമ്മളോട് പറയും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹ്ശറിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരു കാര്യമായി പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമുക്കെതിരെ വർത്തമാനം പറയുന്ന നേരത്ത് പ്രയാസം സഹിച്ച് അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് നാഥൻ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കിയല്ലേ അല്ലാഹ് നിങ്ങൾ ചെയ്യുന്നതൊന്നും കാണുന്നില്ല അറിയുന്നില്ലെന്ന് ധരിച്ചുവല്ലേ? ആ ധാരണയാണ് നിങ്ങളെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയുമ്പോൾ, അതേ സഹോദരാ, നമ്മൾ എത്രമാത്രം ചിന്തിക്കണം. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ കഴിവുകളെ കുറിച്ച് അവന്റെ മാഹാത്മ്യം മുസ്ലിം ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവന്റെ എല്ലാ രൂപത്തിലുള്ള പ്രവൃത്തികളിലും അവന് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ടല്ലാതെ ജീവിക്കാൻ കഴിയുമോ? നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണുകൾ അല്ലാഹ് തന്നതല്ലേ? ഈ കണ്ണുകൾ അല്ലാഹ് തന്നതല്ലേ? ഈ സംസാരിക്കാനുള്ള നാവ്. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം ഇരു കണ്ണുകൾ നൽകിയിട്ടില്ലയോ? വലിസാനം വശഫതൈൻ, അതേ സംസാരിക്കാൻ നാവ് നൽകിയില്ലയോ? നാവ് നൽകിയാൽ മാത്രം സംസാരിക്കാൻ കഴിയുമോ? നാവ് ചലിപ്പിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ അതിന് സഹായകരമാകുന്ന നിലക്ക് മേൽചുണ്ടും കീഴ്ചുണ്ടും ആരോഗ്യമുള്ള ചുണ്ടുകളാവണം. അതേ, അതാണല്ലോ പറയുന്നത് വലിസാനം വശഫതൈൻ. ഇതല്ല നൽകിയില്ലേ എന്ന് ചോദിക്കുന്നത് എന്തിനാ? നാളെ മഹ്ശറിൽ സഹോദരാ, നിന്റെ കണ്ണും കാതും നിന്റെ അവയവങ്ങളും നിനക്കെതിരെ വർത്തമാനം പറയും എന്ന് ഖുർആൻ പറയുന്നത് എന്തിനാ? നിനക്കിത് ഞാനാ നൽകിയതെന്ന് ഇവിടെ വെച്ച് പറഞ്ഞതെന്തിനാ? ഇത് ഉപയോഗിക്കുന്ന മുസ്ലിം ശരിക്ക് ചിന്തിക്കണം. അല്ലാഹ് തന്ന ഈ കണ്ണ്, അല്ലാഹ് തന്ന ഈ കാത്, അല്ലാഹ് തന്ന ഈ നാവ് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ നാളെ മഹ്ശറിൽ ഈ കണ്ണെനിക്കെതിരാണ്,
ഈ കാതുകൾ എനിക്കെതിരാണ്, ഈ ശരീരം എനിക്കെതിരാണ്. ലോകമതാ സമാധാനമില്ലാതെ ശാന്തിക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അതേ സമാധാനത്തിനിതാ ഞങ്ങൾ ഒരുക്കിത്തരുന്ന ഒറ്റമൂലി എന്ന് പറഞ്ഞുകൊണ്ട് അതേ അശ്ലീലതയിലേക്ക്, തോന്നിവാസത്തിലേക്ക്, അരാജകത്വത്തിലേക്ക്, അതേ ലൈംഗികമായ തോന്നിവാസത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ സമാധാനം തേടിയലയുന്ന ചെറുപ്പക്കാരുടെ മുമ്പിൽ, ചെറുപ്പക്കാരികളുടെ മുമ്പിൽ തുണിയുരിഞ്ഞ എല്ലാ രൂപത്തിലുള്ള സംസ്കാരങ്ങളും അതേ നമ്മുടെ വീടുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ടെലിവിഷനിലൂടെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അതിന്റെ മുന്നിൽ ചടഞ്ഞിരിക്കുന്ന ഉമ്മമാരെ, അതിന്റെ മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഉള്ള സമാധാനവും തകരുകയല്ലാതെ, ഉള്ള ശാന്തിയും നഷ്ടപ്പെടുകയല്ലാതെ എന്ത് സ്വൈരമാ അതിന്റെ മുമ്പിൽ ഇരുന്നാൽ കിട്ടുന്നത്? കിട്ടുന്നുണ്ടോ? അങ്ങനെ വല്ല സമാധാനവും കിട്ടുന്നുണ്ടോ? അതേ ഏത് സിനിമയാണെങ്കിലും, ഏത് സീരിയലാണെങ്കിലും, ഏത് നോവൽ തുടർക്കഥകൾ വായിക്കുകയാണെങ്കിലും, അതേ ഏത് രൂപത്തിലുള്ള വൃത്തികേടിലാണെങ്കിലും പ്രമേയം ഒന്ന് തന്നെയാണ്. അതേ കുടുംബജീവിതത്തിന്റെ സമാധാനം തകർക്കലാണ് ഇബ്ലീസിന്റെ ലക്ഷ്യം. വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന ഭാര്യാഭർത്താക്കന്മാർ, മറ്റൊരു ചിന്തയില്ലാതെ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, അതേ അവർക്ക് ഈ സിനിമകൾ നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ സീരിയലുകളും നോവലുകളും നൽകുന്ന സന്ദേശം എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, അതല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ എങ്ങനെ സമർത്ഥമായി വഞ്ചിക്കാം, എങ്ങനെ സമർത്ഥമായി ഒളിച്ചോടാം, എങ്ങനെ സമർത്ഥമായി അതേ മറ്റുള്ളവന്റെ കൂടെ കഴിയാം, അതേ മറ്റുള്ളവന്റെ കൂടെ, അതേത് മതക്കാരനാണെങ്കിലും ജാതിക്കാരനാണെങ്കിലും മറ്റുള്ളവന്റെ കൂടെ രാഖ്യുരാമാനം ഒരാളും അറിയാതെ ഒളിച്ചോടാൻ എന്തൊക്കെ സാമർത്ഥ്യം വേണമെന്ന് അതേ പ്രാക്ടിക്കലായി ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതേ കാശ് വാങ്ങി അതേ നടീനടന്മാരുടെ ആ പ്രത്യേകമായ കാര്യങ്ങളുടെ മുമ്പിൽ കണ്ണുനീര് വാർക്കുന്ന ഉമ്മ, കണ്ണുനീരൊലിപ്പിക്കുന്ന ഉപ്പ, ഇതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? അതേ ഏതാനും നിമിഷങ്ങളുടെ ഒരു സുഖം കണ്ണിന് കിട്ടി എന്നതല്ലാതെ അതങ്ങ് ഓഫാക്കി ബെഡ്റൂമിലെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് ഭംഗി പോരെയല്ലേ, ഭാര്യ ഭംഗി പോരല്ലേ, കുടുംബങ്ങളൊന്നും നല്ലവരല്ല അല്ലേ, മക്കൾക്ക് ബാപ്പയോട് പറയാൻ ഡയലോഗ് കിട്ടിയല്ലേ, അതേ ബാപ്പാക്ക് മക്കളോട് പറയാൻ ഡയലോഗ് കിട്ടിയല്ലേ, അതേ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഉള്ള സമാധാനവും തകർക്കുന്ന, ഉള്ള സ്വൈര്യവും നശിപ്പിക്കുന്ന ഈ വൃത്തികേടുകളുടെ ലോകത്തേക്ക് മനുഷ്യനെ നയിക്കാൻ അതിലൂടെയാണ് സമാധാനമെന്ന് പറയാൻ. അതേ പലരും പറയുന്നു, നീ എന്തടോ സിനിമ കാണുന്നത്, നീ എന്തടോ ഈ സീരിയലിന്റെ അടിമയാകുന്നത്, നീ എന്തടോ ഈ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി മുടങ്ങാതെ വായിക്കുന്നത്? അതേ എനിക്കൊരു സമാധാനം കിട്ടാനാണ്, ഒരാശ്വാസം കിട്ടാനാണ്. കിട്ടുമോ മുസ്ലിമേ? ഉള്ള സമാധാനവും തകർക്കാനല്ലാതെ, ഉള്ള സ്വൈരവും നശിപ്പിക്കാനല്ലാതെ ഇവർക്കെന്ത് ചെയ്യാനാകും? സാധ്യമല്ല. സഹോദരങ്ങളെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ മാർഗങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ആശ്വാസം നൽകാനും സമാധാനം നൽകാനുമുള്ള ഞങ്ങളുടെ പദ്ധതികളിതാ. നിങ്ങൾക്കിനി ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല എന്ന പരസ്യങ്ങളോടുകൂടി മനുഷ്യനെ തെറ്റുകളിലേക്ക്, തിന്മകളിലേക്ക്, അരാജകത്വങ്ങളിലേക്ക്, അശ്ലീലതകളിലേക്ക്, അനാശാസ്യ പ്രവണതകളിലേക്ക്, കുടുംബജീവിതത്തിന്റെ ഭദ്രത തകർക്കുവാനുള്ള എല്ലാ രൂപത്തിലുള്ള ശ്രമങ്ങളുടെയും മാർഗങ്ങൾ തുറക്കുന്നതിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യരുടെ ആശ്വാസത്തിന് തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, ഈ ലോകത്ത് അതാ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയാണ്, സ്ത്രീകൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് വിധേയരാവുകയാണ്. സമൂഹത്തിൽ പത്രം തുറന്നു നോക്കിയാൽ ഒരു ബലാത്സംഗത്തിന്റെ, കൊലപാതകത്തിന്റെ, വ്യഭിചാരത്തിന്റെ, ചാടിപ്പോക്കിന്റെ, ഒഴിഞ്ഞുപോക്കിന്റെ, കൂടെ ഒഴിഞ്ഞുപോയി രജിസ്റ്റർ വിവാഹം നടത്തിയതിന്റെ, കോടതിയിൽ വെച്ച് ഇതുവരെ പോറ്റി വളർത്തി ഉണ്ടാക്കിയ സ്വന്തം മകൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ പോകുന്നു, എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഇതുവരെ വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞ് കോടതി മുറി വിട്ട് പുറത്തു പോരേണ്ടി വരുന്ന ഗതികേടിന്റെ അത്യന്തം ദയനീയമായ ചിത്രങ്ങൾ
ലോകമിന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ലോകമിന്നതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകമിന്നതാണ് പലപ്പോഴും മറ്റുള്ളവരുടേതാകുമ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവനവന്റെ കുടുംബത്തിലേക്ക്, അവനവന്റെ ഇടയിലേക്ക് ഇത് പെട്ടെന്നൊരു നാൾ കയറി വരുമ്പോൾ അവനും അസ്വസ്ഥപ്പെടുകയാണ്. അവന്റെ വാർത്ത കേട്ട് മറ്റുള്ളവർ ആസ്വദിക്കുകയാണ്. ഈ ഒരു ദുരന്തത്തിന്റെ ചെയിൻ, ഈ ഒരു ദുരന്തത്തിന്റെ ചങ്ങല ലോകത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം അതിന്റെ കവാടങ്ങൾ ഓരോന്നോരോന്നായി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം എന്നും അത്തരത്തിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുതേ, നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്ന് പറയുക മാത്രമല്ല, വ്യഭിചാരത്തോടടുക്കുന്ന സർവവും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. വ്യഭിചാരത്തോടടുക്കുന്ന സർവവും നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇസ്ലാം പറയുന്നത് എല്ലാ തോന്നിവാസങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ കാണലാണ്. വഴിവിട്ട കാഴ്ചയിൽ നിന്ന് കണ്ണിനെ തിരിപ്പിക്കാൻ ഖുർആൻ പറയുന്നു. അതേ സർവ്വപുരുഷന്മാരോടും സ്ത്രീകളോടും പറയുന്നു. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർഡർ കൊടുത്തില്ലേ? കുല്ലിൽ മുഅ്മിനീൻ, നബിയേ സത്യവിശ്വാസികളായ ആണുങ്ങളോട് പറയൂ നബിയേ, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ. ഹറാമിലേക്ക് നോക്കാതെ അല്ലാഹു തന്ന കണ്ണാണെന്ന ധാരണയോടെ, വിശ്വാസത്തോടെ റബ്ബ് തന്ന സാധനം അവന് പൊരുത്തമില്ലാത്തിടത്തേക്ക് ഉപയോഗിച്ചുകൂടാ. ആ ദൃഢമായ ഈമാനോടുകൂടി കണ്ണുകളെ പിൻവലിച്ചോളാൻ പുരുഷന്മാരോട് പറയുന്നു. വയഹ്ഫദൂ ഫുറൂജഹും, അതേ അവരതിലൂടെ അവരുടെ ലൈംഗികാവയവങ്ങളുടെ പരിശുദ്ധി നിലനിർത്തട്ടെ. അതാണുങ്ങളോട് മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു. അതേ സത്യവിശ്വാസിനികളോടും പറയൂ നബിയേ, അവരും അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങളുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കട്ടെ. അതേ പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ കവാടം തന്നെ അടച്ചു കളഞ്ഞു. അതേ കൊതി തോന്നുന്ന തെറ്റിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ പ്രലോഭിപ്പിക്കാൻ അവന്റെ കണ്ണല്ലേ നിമിത്തമാകുന്നത്. അതുകൊണ്ട് കണ്ണ് നിയന്ത്രിക്കൂ. വളരെ കൃത്യമായി റബ്ബുൽ ആലമീൻ കൽപ്പിക്കുന്നു. അതേ മനുഷ്യന്റെ മനസ്സിന് സമാധാനമുണ്ടാകും അതിലൂടെ. കണ്ണുകളെ എല്ലായിടത്തേക്കും ഇങ്ങനെ അഴിച്ചു വിട്ടാൽ സമാധാനം കിട്ടുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. കണ്ണുകൾ അവിടെയും ഇവിടെയുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന് പലതും കണ്ടാൽ തന്റെ അടുക്കലുള്ളത് പോരാ എന്ന സമാധാനക്കുറവല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് റബ്ബ് പറയുന്നു, നീ ശ്രദ്ധിച്ചോളണം, നിന്റെ കണ്ണിനെ നോക്കിക്കോളണം, അത് കാത്തുകൊള്ളണം. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? ലോകത്തിന് സമാധാനമില്ലാതെ മനുഷ്യൻ ഇങ്ങനെ അരാജകത്വത്തിലേക്ക് പോകാനുള്ള കാരണം പെണ്ണിന്റെ അഴിഞ്ഞാട്ടമാണ്. അതേ സ്ത്രീ സമൂഹം പുറത്തേക്കിറങ്ങുമ്പോൾ മാന്യമായി പുറത്തിറങ്ങാത്തതിന്റെ തകരാറാണ്. അതേ ലോകത്തുണ്ടാകുന്ന സകല ഫിത്നകൾക്കും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതേ എന്റെ ഉമ്മത്തിലെ ആളുകൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്നയെന്ന് ചോദിച്ചാൽ അന്നിസാ, സഹോദരിമാരെ പെണ്ണുങ്ങൾ മുഖേനയാണെന്ന് റബ്ബിന്റെ റസൂല് പറയുമ്പോൾ എന്തേ അവരിലൂടെ ഉണ്ടാകുന്ന ഫിത്നയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമേതാണ്? അതേ സീനത്ത് മറ്റുള്ളവർക്ക് കാണാൻ കൊടുക്കലാണ്. അതുകൊണ്ട് ഖുർആൻ ഉടനെ തന്നെ പറയുന്നു, കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോൾ, പെണ്ണേ നീ നിന്നെ നിയന്ത്രിച്ചാൽ ഒരുപാട് ആണുങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. നീ വഴിവിട്ട് പുറത്തിറങ്ങിയാലാണ് പലരും നിന്നെ കാണുന്നത്, പലർക്കും പല തോന്നലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലായുബ്ദീന സീനതഹുന്ന, അവരൊരിക്കലും അവരുടെ അലങ്കാരങ്ങൾ വെളിവാക്കരുത്, സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. അത് പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും അല്ലാഹു നിശ്ചയിച്ച ആളുകളുണ്ട്. ആ വ്യക്തിയുടെ മുമ്പിലല്ലാതെ നിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തണ്ട. സമാധാനം വേണോ? റബ്ബിന് പറയാനുള്ള സന്ദേശം ഈ രംഗത്ത് അതാണ്. അതോടൊപ്പം ഖുർആൻ വേറൊരു കാര്യം പറഞ്ഞു, വേറൊരു കാര്യവും പറഞ്ഞു. പെണ്ണേ നീ എന്തിനാ മാന്യമായി വേഷം ധരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുന്നു, യാ അയ്യുഹൻ നബിയു, ഓ നബിയേ
ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫന ഫലാ യുദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. നബിയേ, സ്വന്തം താങ്കളുടെ ഭാര്യമാരോട് പറഞ്ഞേക്കൂ, പെൺമക്കളോടും പറഞ്ഞേക്കൂ, സത്യവിശ്വാസികളായ സത്യവിശ്വാസികളുടെ ഭാര്യമാരോടും പറഞ്ഞേക്കൂ. എന്താണ് അവർ ചെയ്യേണ്ടത്? അവരുടെ മൂടുവസ്ത്രം അവർ ശരീരത്തിൽ താഴ്ത്തിയിടട്ടെ. എന്തിനാണ് അവർ മാന്യമായി വേഷം ധരിക്കുന്നത്? മാന്യയായ പെണ്ണാണ് പോകുന്നതെന്നറിയപ്പെടാനും. ഫലാ യുദൈൻ, അവൾ ദ്രോഹിക്കപ്പെടാൻ പാടില്ല, അവൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അവളുടെ ശരീരം നോക്കിയിട്ട് കണ്ണുകൾ കൊത്തിപ്പറിക്കാൻ കൊടുത്തുകൂടാ. അതേ, അവൾ ട്രെയിനിൽ വെച്ചാണെങ്കിലും അതേ ഏത് സ്ഥലത്ത് സഞ്ചരിക്കുകയാണെങ്കിലും പെണ്ണേ, മാന്യതയുടെ മൂടുപടം ധരിച്ചിട്ടില്ലെങ്കിൽ, മാന്യമായ വേഷം ധരിച്ചിട്ടില്ലെങ്കിൽ, ഒരു കൈയില്ലാത്തവനാണെങ്കിലും ഒറ്റക്കാലനാണെങ്കിലും നിന്നെ മെരുക്കാനും അതേ നിന്നെ നശിപ്പിക്കാനും കഴിവുള്ള പിശാചുക്കളാ ലോകത്തുള്ളത്. പീഡനത്തിൽ നിന്ന് രക്ഷ വേണോ പെണ്ണേ? സമാധാനം വേണോ? വലാ യുബ്ദീന സീനതഹുന്ന, അലങ്കാരം മറ്റുള്ളവന്റെ മുമ്പിൽ വെളിവാക്കണ്ട. ഇനി വല്ലതൊക്കെ സംഭവിച്ചു പോയി ഇതുവരെ എന്നാണോ? ഇതുവരെ അങ്ങനെയൊക്കെ നടന്നു എന്നാണോ? എന്നാലും അല്ല വഴി പറഞ്ഞു തരുന്നു. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അള്ളയെല്ലാം അറിയുന്നവനാണ്. അവനോട് പറഞ്ഞോളൂ, അവനോട് കരഞ്ഞോളൂ, അവന്റെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചോളൂ. അവൻ ഒരിക്കലും ക്രൂരനല്ല. നിങ്ങൾ അങ്ങനെ ഇതുവരെ കഴിഞ്ഞില്ലേ, ഇനിയും നിന്നെ അങ്ങനെയേ ഞാൻ കാണൂ എന്ന് റബ്ബിന് വർത്തമാനമില്ല. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അള്ളയേറെ പൊറുക്കുന്നവനാണ്, അള്ളയേറെ കരുണയുള്ളവനാണ്. അതുകൊണ്ട് സഹോദരിമാരെ, എല്ലാവരുടെയും ബാധ്യതയാണ്. അള്ള പറയുന്നു മാന്യമായി പുറത്തിറങ്ങിക്കോ. അത് മാത്രമാണോ പ്രിയപ്പെട്ടവരെ ഇന്നിന്റെ പ്രശ്നങ്ങൾ? ഇന്നെന്താ ഏറ്റവും സമാധാനം കെടുത്തുന്നത്? കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രശ്നം എന്താണ്? അതേ, നീ ഒരിക്കലും ഒരു പുരുഷനോട് നീ കൊഞ്ചിക്കുഴയല്ല, ഒരു പുരുഷനോടും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കല്ല. വിശുദ്ധ ഖുർആന പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ആണുങ്ങളോട് വർത്തമാനം പറയുമ്പോൾ മാന്യമായിട്ടേ സംസാരിക്കാവൂ. അതേ, മധുരം പുരട്ടിയ വാക്കുകൾ വേണ്ട, മധുരം പുരട്ടിയ വാക്കുകൾ വേണ്ട. അതേ, റേഡിയോയിൽ അവതരിപ്പിക്കുന്ന അവതാരികമാരെ, അതേ ടെലിവിഷനിൽ വാർത്ത വായിക്കുന്ന അവതാരികമാർ, അതേ പല പ്രോഗ്രാമുകളും അവതരിപ്പിക്കുന്ന അവതാരികമാരെ സെലക്ട് ചെയ്യാനുള്ള ഇന്റർവ്യൂ നടത്തപ്പെടുമ്പോൾ അതേ ആ രംഗത്തുള്ള പ്രഗത്ഭന്മാരെന്താ എഴുതിയത്, എന്താണ് അവർ നോക്കാറുള്ളത്? എത്രത്തോളം കൊഞ്ചിക്കുഴയാൻ കഴിയുന്ന പെണ്ണാണ് സൗണ്ട് കൊണ്ട്, ശരീരഭാഷ കൊണ്ട്, അതേ ഏതെല്ലാം നിലക്ക് വീഴ്ത്താൻ അവൾ പ്രഗത്ഭയാണ്. അതിനാണ് മാർക്കിടുന്നത് ജഡ്ജസ്, അവളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതെ, ഒരു മിസ്ഡ് കോളാണ് പ്രശ്നം എന്നല്ലേ സമാധാനം കെടുത്തിയത്? ഒരു സമാധാനം തകർന്നതൊരു മിസ് കോളാണോ കാരണം? അതെ, എന്തേ കാരണം? ആലോചിക്കുക, നന്നായി ചിന്തിക്കുക. അതേ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു, ശരീരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങളെ കുറിച്ച് പോലും ചിന്ത വേണം. അത് കൊട്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കരുത്, അത് കിലുക്കിക്കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കരുത്. വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. അലങ്കാരങ്ങളില്ലെന്ന് മറച്ചുവെച്ചത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി. അതേ, കാലിൽ ധരിച്ച പാദസരമാണെങ്കിലും തലയാണെങ്കിലും കൈകളിലണഞ്ഞ വളകളാണെങ്കിലും കിലുക്കിക്കൊണ്ട് ശബ്ദം വേണ്ട. ഇത്രത്തോളം സംസാരിച്ച ഒരു മതം, ഇത്രത്തോളം മാനവ സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച ഒരു മതം, ഇത്രത്തോളം കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കൾക്കിടയിൽ സ്നേഹം കൂട്ടാൻ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മതം ഇസ്ലാമല്ലാതെ സമാധാനത്തിന്റെ മാർഗങ്ങൾ ഇനി ഏതിലാ മുസ്ലിമെ അന്വേഷിക്കുന്നത്? അതുകൊണ്ട് പടച്ച തമ്പുരാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ സമാധാനം നിനക്ക് കിട്ടേണ്ടത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ.
പുരുഷനോട് പറയുന്നു, അല്ല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു തന്നില്ലേ, എന്തിനാ വീട്ടിലെത്തിയ സമാധാനം വേണം, അവളെ കണ്ടാൽ സമാധാനം വേണം. അതേത് പ്രശ്നങ്ങൾ കൊണ്ട് നേറുന്ന പുരുഷനാണെങ്കിലും എവിടെ വെച്ചെന്ത് ടെൻഷനാണെങ്കിലും വീട്ടിലെത്തിയാൽ ആശ്വാസത്തിന്റെ കുളിരുമഴ പെയ്യിക്കുന്ന പെണ്ണാണെങ്കിൽ സമാധാനം അവിടെയാണ്, ശാന്തി അവിടെയാണ്. എങ്ങനെ കിട്ടാനാ? അത് കിട്ടാനുള്ള മാർഗങ്ങളായി ഇസ്ലാം ഓരോന്നും പറഞ്ഞു തന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന് ഏത് രംഗത്തും സമാധാനം വേണോ? പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ, അല ബിദിക്രില്ല, അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടേ ഹൃദയം മടങ്ങൂ. അത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയല് മാത്രല്ല ദിക്റുള്ള, അതിങ്ങനെ ചൊല്ലല് മാത്രല്ല ദിക്ർ. ഏത് പ്രതിസന്ധി വരുമ്പോഴും എനിക്ക് അള്ളയുണ്ട്, എന്റെ റബ്ബിന്റെ നിയമങ്ങളുണ്ട്, എന്റെ റബ്ബ് എന്നോട് നിർദ്ദേശിച്ച വിധിവിലക്കുകളുണ്ട്, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച കൽപ്പനകളുണ്ട്, എന്റെ റബ്ബ് എന്നോട് കാണരുത് കേൾക്കരുതെന്ന് പറഞ്ഞ അരുതായ്മകളുണ്ട്, വിധിവിലക്കുകളുണ്ട്. ആ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോയാൽ വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ആര് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ, ആര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അവൻ വമ്പിച്ച വിജയം വരിച്ചു കഴിഞ്ഞു. പരാജയം ഇനി അവനില്ല. അതെ, ആ വിജയത്തിന്റെ മാർഗദർശനമാണ് ഇസ്ലാം നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? സമാധാനം നഷ്ടപ്പെടാൻ ഇന്ന് ഇടയാക്കിയ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യൻ മടങ്ങിയിട്ട് സമാധാനത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം നമുക്ക് നൽകുകയും സമാധാനത്തിന്റെ ഭവനമായ ദാറുസ്സലാമാകുന്ന സ്വർഗം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയും ചെയ്യുന്ന പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങലല്ലാതെ ശാന്തിയും സമാധാനവും നേടാൻ ഒരാൾക്കും ഒരു വഴിയില്ല. അതിനുള്ള മാർഗം എന്താണ്? അവനിൽ അങ്ങ് ഉറച്ച് വിശ്വസിക്കുക. അവനെപ്പോലെ വേറെ ഒരാളുണ്ടെന്ന് കരുതുന്നതാണ് ഈ തകരാറ്. ശാന്തിയും സമാധാനവും തേടിയിട്ട് എല്ലാ വഴിയും അന്വേഷിച്ച് പലരും പലയിടങ്ങളിലേക്കും എത്തുന്നവരെന്താ? ചിലര് അമ്മമാരുടെ കാൽക്കലേക്ക് വീഴുന്നു, ചിലര് ബാബമാരുടെ പുട്ടപർത്തിയിലെ പ്രത്യേകമായ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, വേറെ ചിലർ ഒരുക്കിയിട്ടുള്ള ചില പ്രത്യേകമായ കെണിവലകൾ, അതിന് സ്വലാത്തിനകറെന്നോ ദിക്ർ ഹൽക്കായെന്നോ പേരെന്തു പറഞ്ഞാലും വേണ്ടില്ല, അതേ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്കും പോകുന്നു. അതേ, അവിടെയൊക്കെ തന്റെ മനസ്സിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കാൻ പറ്റിയ കേന്ദ്രമാണ്. അവിടെ പറഞ്ഞാൽ നിവാരണമില്ലാത്ത മാർഗങ്ങളില്ല എന്ന് വിചാരിച്ച് അതേ റബ്ബിനോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ റബ്ബ് ചിലരെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് പോലും. അവരോട് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ എടപ്പാളിൽ നിന്ന് KSRTC ബസ്സിൽ ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അതേ, പല സ്ഥലത്തും നിർത്തിയിട്ടും ഞെങ്ങിയും നിരങ്ങിയുമൊക്കെ ഒരുവിധം അതേ റോഡുകളൊക്കെ മുന്നോട്ട് പോയിട്ട് കുറച്ച് കോഴിക്കോട്ടേക്ക് എത്തുമ്പോഴേക്ക് വല്ലാതെ സമയം പിടിക്കുന്നു. അതേ അവസരത്തിൽ ഒരു ബെൻസ് കാറിലാണ് യാത്രയെങ്കിലോ അതേ പെട്ടെന്നതാ ലക്ഷ്യപ്രാപ്തി കയ്യിൽ വരുന്നു. ഇതിനോടല്ലേ ഒരു മുസ്ലിയാർ സുഹൃത്ത് ഉപമിച്ചത്? പടച്ച റബ്ബിനോട് മാത്രം ചോദിച്ചാൽ പോരെ, എന്തിന് മഹാത്മാക്കളോടുകൂടി ചോദിക്കണം എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിയാർ കൊടുത്ത പ്രതികരണം എന്തായിരുന്നു? ആ മുസ്ലിയാർ എന്താ പറഞ്ഞത്? അള്ളാനോട് ചോദിക്കുമ്പോഴും ഉത്തരം കിട്ടും, മഹാത്മാക്കളോട് ചോദിച്ചാലും ഉത്തരം കിട്ടും. പക്ഷേ രണ്ടിനും ഒരു വ്യത്യാസമുണ്ട്. അള്ളാനോട് ചോദിക്കുമ്പോൾ അതൊരു KSRTC യാത്രക്കാരനെ പോലെ, മഹത്തുക്കളോട് ചോദിച്ചാൽ അതിന്റെ ഉത്തരത്തിന് സ്പീഡ് കൂടും. വല്ലേ നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവറി. അതേ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മെ അറിയാൻ, നമ്മെ കേൾക്കാൻ, നമ്മെ കാണാൻ പടച്ച റബ്ബല്ലാതെ ഒരാളില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യ, ആ മനുഷ്യനെങ്ങനെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ശൈഖുണ്ടെന്ന് പറയാൻ കഴിയും? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശൈഖുണ്ടെന്ന് പറയാൻ കഴിയും? എന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ പോലും അതേ
ഞാനൊരു കുപ്പിയിലെ ദ്രാവകം പുറത്തു നിന്ന് നോക്കിയാൽ എനിക്കതിൻ്റെ അകത്തുള്ള ദ്രാവകം കാണാൻ കഴിയും പോലെ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവറി കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി. അതേ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ ഇറാഖിലെ ബഗ്ദാദിൽ മറവിട്ട് കിടക്കുന്ന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയതാ ലോകം മുഴുവൻ കാണുന്ന പോലും ലോകത്തെ മുഴുവൻ ശബ്ദങ്ങളും കേൾക്കുന്ന പോലും അതേ എല്ലാ ആളുകളുടെയും മനസ്സകം വായിക്കുന്ന പോലും ഇങ്ങനെയെല്ലാം കേൾക്കുന്നവരുണ്ടെന്ന് മുസ്ലിമെ വിശ്വസിക്കാനാകുമോ? അതേ, പാർട്ടി പക്ഷപാതിത്വം വിട്ടുകളഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന അതേ സമസ്തക്കാരായ സഹോദരങ്ങളുണ്ടോ? ഈ ത്വരീഖത്തുകാരായ സഹോദരങ്ങളുണ്ടോ? ആരാണെങ്കിലും ഒന്ന് മനസ്സ് കൊടുത്തുകൊണ്ട് ചിന്തിക്ക്. എല്ലാം കേൾക്കുന്ന നാഥൻ, എല്ലാം അറിയുന്ന നാഥൻ, എല്ലാം മനസ്സിലാക്കുന്ന കഴിവുള്ള നാഥൻ അതുപോലെ ആരെങ്കിലും ഉണ്ടെന്നാണോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ലൈസ കമിസ്ലിഹി ശൈഅ, അവനെ പോലെ യാതൊന്നുമില്ലെന്നല്ലേ അല്ല പറഞ്ഞത്? അതേ, വഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. എന്തിനാ അല്ലാഹ് അവനെപ്പോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആ ആയത്തിന്റെ ഉടനെ തന്നെ വഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞത്? എല്ലാം കേൾക്കുന്ന ഒരുവൻ അവനെപ്പോലെയില്ല, എല്ലാം കാണുന്ന ഒരുവൻ അവനെപ്പോലെയില്ല. ഇനിയും അല്ലാഹ് പറഞ്ഞില്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഈക്വലായി കൊണ്ടുവരാളുമില്ല, അവന് കുഫുവത്ത, അവന് യോജിക്കുന്ന, അവനെ പോലെ എന്ന് പറയാവുന്ന, അല്ലാഹനെ പോലെ കാണുകയും കേൾക്കുകയും അറിയുകയും കഴിയുകയും ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിമിനും സാധ്യമല്ല. അതിനുള്ള കാരണം റബ്ബ് എമ്പാടും നിരത്തി. എന്തെല്ലാം പറഞ്ഞു? ആ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ മാത്രമൊന്നുമല്ല, പടച്ച റബ്ബ് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഇതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ആ രൂപത്തിൽ അവന്റെ പ്രത്യേകതകൾ അവൻ പറഞ്ഞു. എല്ലാം അവൻ അറിയുന്നു, അവൻ അറിയാത്ത ഒന്നില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് മുഴുവൻ അവൻ അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരൊറ്റ ഇലയും കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളയറിയാതെ. അള്ളയറിയാതെ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നില്ല. എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് ഒരു ഇല വീഴുന്നത് ഞാനോ നിങ്ങളോ അറിയുന്നില്ല. അതേ, നമ്മുടെ കൺമുമ്പിൽ നാം നട്ടു വളർത്തിയ ഒരു ചെടിയുടെ ഇല കൊഴിയുന്നത് നാം അറിയുന്നില്ല. റഹ്മാനായ അർഹമുർ റഹീമീനായ റബ്ബ് ലോകം മുഴുവനുമുള്ള കോടാനുകോടി കാടുകളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ അതാ കോടാനുകോടി ഇലകളല്ലേ തിങ്ങി വളരുന്നത്. അതിൽ നിന്നൊരു ഇല കൊഴിഞ്ഞു വീണാൽ റബ്ബറിയാതെ അത് വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എന്തും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ അഗാധമായ ഇരുളുകൾക്കിടയിൽ ഉണങ്ങിയതോ പച്ചയോ ആയ ഒരു വിത്തുണ്ടെങ്കിൽ അതവൻ അറിയുന്നുണ്ട്. എല്ലാം അവൻ അറിയുന്നുണ്ട്. ഈ കഴിവുകൾ ഞങ്ങൾക്കുമുണ്ടെന്നൊരുത്തൻ പറഞ്ഞാലോ അവനെ നമുക്ക് ആദർശപരമായി വിടാനൊക്കുമോ? അവർക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പൊരുതേണ്ട ബാധ്യത മുസ്ലിമേ എനിക്കും നിങ്ങൾക്കുമില്ലേ? ഈ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാകുമോ? അതെ, തരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ മാർഗം ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്ന കള്ളത്തരീഖത്തുകാര്, ആ തരീഖത്തുകാരുടെ ശൈഖുമാരതാ മുരീദുമാരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്റെ അരികിലോ വിദൂരത്തോ ആകട്ടെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. ഒരു ശൈഖ് പറയാ മുരീദുമാരോട്, നിങ്ങൾ എന്റെ മുമ്പിൽ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ വിദൂരത്താകട്ടെ, എന്റെ അരികിലാവട്ടെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. അങ്ങനെയുള്ള കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ശൈഖാകാൻ യോഗ്യതയുള്ളൂ. ഇങ്ങനെയായില്ലെങ്കിൽ അവൻ ശൈഖേ അല്ല.
അതേ കേരളത്തിലെ AP ഭാഗത്തിന്റെ പ്രസിദ്ധീകരണാലയമായ പൂങ്കാവനം ബുക്സിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നാ വായിച്ചു കേട്ടത്. ശൈഖ് ആവണമെങ്കിൽ എന്ത് വേണം? തന്റെ മുരീദ് തന്റെ മുമ്പിലോ ലോകത്തിന്റെ ഏത് കോണിലോ ആണെങ്കിലും തന്റെ ശിഷ്യൻ എന്ത് ചെയ്യുന്നുവോ ശൈഖ് കാണും, എന്ത് പറയുന്നുവോ ശൈഖ് കേൾക്കും. ശിഷ്യന്റെ എല്ലാ വികാരങ്ങളും ശൈഖ് അറിഞ്ഞ് വേണ്ടിടത്ത് വേണ്ട പോലെ ഇടപെട്ട് രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും സ്വീകരിക്കും. അതിന് കഴിയാത്ത ഒരാള് ശൈഖേ ആവില്ല എന്ന് വളരെ പച്ചയായി എഴുതിവിട്ടിരിക്കുന്നു. മുസ്ലിം സഹോദര സഹോദരി, ഇത് ഇസ്ലാമാണോ? എന്തുകൊണ്ട് മുജാഹിദുകൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നു? നിങ്ങൾ ആലോചിക്കണം നന്നായി. പലപ്പോഴും ആളുകൾ ചിന്തിക്കും, വലിയ പണച്ചെലവുള്ള രൂപത്തിൽ എന്തിനാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? ചില ആളുകളൊക്കെ ചോദിക്കുന്നു, അതേ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എന്തിനാ ഇതിനൊക്കെ കാശ് കളയുന്നത്? എന്തിനാ മുജാഹിദുകളെ നിങ്ങൾ വേറിട്ട് പള്ളി ഉണ്ടാക്കിയത്? എന്തിനാ നിങ്ങൾ വേറിട്ട് ജുമ നടത്തുന്നത്? ഐക്യമല്ലേ വേണ്ടത്? ഒരു നാട്ടിൽ സമൂഹത്തിന്റെ ഭദ്രതയല്ലേ ആവശ്യം? കെട്ടുറപ്പ് തകർത്തുകൊണ്ട് നിങ്ങൾ എന്തിനാ വേറെ പോയതെന്ന് ചോദിക്കുന്ന ആളുകളെ പല നാടുകളിലും കാണാം. ചിന്തിച്ചോ മുസ്ലിമേ, ഇതുപോലെയുള്ള അബദ്ധ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ശൈഖ്മാര് ചമഞ്ഞുകൊണ്ട്, തങ്ങൾ ചമഞ്ഞുകൊണ്ട്, ബീവി ചമഞ്ഞുകൊണ്ട്, അതേ സമൂഹത്തിന്റെ മേലാളത്വം ചമഞ്ഞുകൊണ്ട് സമൂഹത്തെ ശാശ്വതമായ നരകശിക്ഷയിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയേണ്ട ബാധ്യത ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റേതുമാണെന്ന് ചിന്തിച്ചോളണം. അതിലൊരാളും ഒഴിവല്ല. നാളെ മഹ്ശറിലെത്തിയാൽ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെയും വെച്ച കാലം മുന്നോട്ടനക്കാൻ റബ്ബ് സമ്മതിക്കൂല. അതേ ചില കാര്യങ്ങൾക്ക് അല്ലാഹുവോട് മറുപടി പറയണം. ആയുസ് എന്തിലാണോ ചെലവഴിച്ചത്? യുവത്വം എന്തിലാണോ നശിപ്പിച്ചത്? പണം എവിടേക്കാണോ കൊടുത്തത്? വിജ്ഞാനം കൊണ്ട് നീ എന്താണോ പ്രവർത്തിച്ചത് എന്ന ചോദ്യമില്ലേ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമുക്ക് മറുപടി തരാൻ നമ്മെ ഈ ദഅവത്തിന്റെ രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുന്ന ഭാര്യ വരില്ല, ഭർത്താവ് വരില്ല, ഉപ്പ വരില്ല, ഉമ്മ വരില്ല, നാട്ടുകാർ വരില്ല, പാർട്ടിക്കാർ വരില്ല, സംഘടന വരില്ല, അയൽക്കാർ വരില്ല. കാരണം അവനവന്റെ കാര്യം കൃത്യമായി മറുപടി പറയാൻ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, പടച്ച തമ്പുരാന്റെ കോടതിയിൽ പോയിട്ട് മറുപടി പറയേണ്ടത് ഓരോ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ തനിയെ തനിയെ അവരവര് തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്.